ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൺസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഈസി റെസിപ്പി ചട്നിയാണ്. അത് കൊറിയാൻഡർ ലീവ്സ് ചട്നി. അതിന് വേണ്ട 2 ബഞ്ച് കൊറിയാൻഡർ ലീവ്സ് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കൂടാതെ വറ്റൽമുളക് 8-10 വറ്റൽമുളക്, 3 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, 1 ഉണ്ണിയൻ ചോപ്പ് ചെയ്തത്, കൂടാതെ പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടലപ്പരിപ്പ് 2 സ്പൂൺ, അരി 2 സ്പൂൺ, ഉഴുന്ന് പരിപ്പ് 2 സ്പൂൺ. ഈ ചട്നി എന്ന് പറയുമ്പോൾ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പോലെ. ഇതൊരു ഓപ്ഷനിലുണ്ട്. തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഇല്ലാതാണ്, പഴയ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാക്കുന്നതൊന്നും തേങ്ങ ഇല്ലാതാണ്. ഇതിപ്പോൾ തേങ്ങ വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങ വെച്ചിട്ടും ഒക്കെ അതിനകത്ത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഞാൻ സ്വല്പ എണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് ഞാൻ കുറച്ച് ജീരകം ഇടുന്നത്, കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകം. അതിനകത്ത് നമ്മുടെ ഈ കംപ്ലീറ്റ് പരിപ്പ്, അരി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഇടുവാണ്. അതൊന്ന് മൂക്കണം. അത് മൂത്ത് കഴിയുമ്പോഴാണ് അരിയും കടലയും ഉഴുന്നും പരിപ്പും ജസ്റ്റ് മൂക്കാൻ മതി. ഒരുപാട് ആവണമെന്നില്ല. കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടു. ഒന്ന് ചുമന്ന് വരുമ്പോൾ നമ്മുടെ മുളക് പൊടി, മുളകിട്ട് നമുക്ക് ചോപ്പ് വെച്ചിട്ട് ഒണിയൻ മൂത്ത് വന്നിട്ട് ഇതിനകത്ത് നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ആണ്, അതിൻ്റെ വാട്ടർ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൊടുക്കും. വളരെ ഈസിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 ദിവസം വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ 2-3 ദിവസമൊക്കെ ഇരിക്കും. മഞ്ഞയിലോ ഒരു വാട്ടർ കണ്ടന്റ് ഒന്ന് കുറച്ച് ഡ്രൈ ആവുന്നതാണ് എല്ലാവരും കളഞ്ഞത്. അതിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ. ചിലർ പുളിക്ക് പകരം നാരങ്ങയുടെ നീരൊഴിക്കും, ജ്യൂസ് ഒഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും നല്ല പുളിയാണ്. പുളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചട്നിയായിട്ട്. ആ ചട്നിയുടെ ഒരു ഒറിജിനൽ ഫീലൊക്കെ ഉണ്ടാകും.
ഇളക്കി ഓഫ് ചെയ്യാം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത ആ ചട്നി. അതിനിപ്പോൾ ഒരു പാൻ വെച്ചു, അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സ്വല്പം കടുക് പൊട്ടിക്കാൻ 1.5 സ്പൂൺ എണ്ണ കടുക് ചിലർ ഇതിനകത്ത് കായമൊക്കെ ചേർന്ന് കേട്ടോ. കായം ഇഷ്ടമുള്ളവർക്ക് കായം ചേർക്കും. നമുക്കിപ്പോൾ കായമല്ല ആവശ്യമില്ല. സാധാരണ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ ഇതിനകത്ത് ബാക്കി ഉണ്ടെങ്കിലൊക്കെ കുറച്ച് ആ വെള്ളത്തിൽ കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റും. ഒരു കൈ വയ്ക്കാനുള്ള കൈ, ഒരു കൈ അടുപ്പുമാണ്. അതാണ് ഡോക്ടറുടെ ബാലൻസൊക്കെ തെറ്റും. ഇന്നൊന്നും വേണ്ട, അത്രയും മതി. ചട്നി റെഡി. കൊറിയൻ്റെ ചട്നി ഈസ് റെഡി ടു ഈറ്റ്. സി വൺ കളർഫുള്ളാണ്, നല്ല ടേസ്റ്റാണ് ചട്നി. ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. നോക്കണം, 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. സോ റെഡി ടു ഈറ്റ്. സൈനിങ് ഓഫ് ഫ്രം ജോൺസ് കിച്ചൻ.